എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പിന്നെ ഇത് എന്താ ഗാജറല്ല, ഇത് ക്യാരറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പം നമുക്കിന്ന് ക്യാരറ്റിൻ്റെ കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. എന്നാൽ നമുക്കതിൻ്റെ റെസിപ്പി നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയ സാധനമൊക്കെ കാണിക്കാം. ഇത് മൈദ 250 ഗ്രാം. എപ്പോഴും നമ്മളിങ്ങനെ വടിച്ച് ഇത്രയാവും 250 ഗ്രാമിൻ്റെ. ഇതിപ്പം ഇത്തരം കപ്പില്ലെങ്കിൽ നമുക്കൊരു കപ്പിനകത്ത്, ഒരു ഗ്ലാസ്സിനകത്ത് എപ്പോഴും അളന്ന് തന്നെ എടുക്കണം. അപ്പോൾ ഇത്രയും 250 ഗ്രാം പിന്നെ മൈദ, പിന്നെ വേണ്ട. അതുപോലെ തന്നെ ഈ ഒരു 2 ഗ്രാം ബേക്കിംഗ് സോഡ, 1/2 ഗ്രാം പിന്നെ ഇത് മറ്റേ സോഡാപ്പൊടി, ഇത് രണ്ടും ഉണ്ട്. പിന്നെ നമുക്ക് ഇത് 150 ഇതിൻ്റെ മില്ലിയുടെ പാത്രമാണ്, പക്ഷേ 50 ഗ്രാമേ ഞാൻ അതിൽ ഒഴിച്ചിട്ടുള്ളൂ. 50 ഗ്രാം എണ്ണ അളന്ന് ഒഴിച്ചേക്കുന്നു. അപ്പോൾ ഇത് ഇത്രയും. പിന്നെ നമ്മൾ വലിയ 2 ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് അതും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് പഞ്ചസാര. പഞ്ചസാര 1/4 കിലോ പഞ്ചസാര, മധുരം വേണമല്ലോ. അപ്പം പിന്നെ വേണ്ടിയതെന്ന് പറഞ്ഞാൽ 3 മുട്ട. പിന്നെ വാനില എസൻസ് ചേർക്കാം, പക്ഷേ എൻ്റെ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ബാക്കി അപ്പം നമുക്കിനി ഈ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്ത് എടുക്കണം. അപ്പോൾ അത് നമുക്ക് അടുപ്പിലോട്ട് വെച്ചൊന്ന് ചെയ്യും. നമുക്ക് ഇതുപോലെ ഒരു ഇച്ചിരി ചവിട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് നമുക്ക് ഇതിനകത്ത് ആ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഗ്യാസ് ഒന്ന് കത്തിക്കും. കത്തിച്ചിട്ട് നമ്മുടെ പഞ്ചസാര അതുവഴി അതിനകത്തോട്ട് നമുക്കിടാം. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് എളുപ്പമൊന്ന് ചൂടാക്കിയോളൂ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചുമക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ മൈദ ഒന്ന് ഇടഞ്ഞെടുക്കാം. അപ്പം മൈദ ഇടയുന്ന ഇതുപോലത്തെ ഇടണമുണ്ട് ഇടയിൽ, അതിനകത്തോട്ട് വെച്ച് നമുക്ക് ഈ മൈദ ഒരു 2 വട്ടം നമുക്ക് ഇടയാം. 2 or 3 വട്ടം ഇടയുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് 2 വട്ടം ഒന്ന് ഇടയും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ മൈദയുടെ കൂടെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇടുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ എല്ലാം അളന്ന് വെച്ചേക്കുക, കണ്ട. അപ്പം നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും 2 ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഈ മിഷനറി കപ്പ് നേരത്തെ ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാനിങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ മേടിച്ചത്. അന്ന് ഓവൻ മേടിച്ചപ്പം അന്നിങ്ങനെ ഞാൻ മേടിച്ചതാണ്. ഇത് ഒത്തിരിയും വർഷമായതാണ്. പക്ഷെ അത് ഞാനിപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ ഈ ക്യാരമലൊക്കെ ഒന്ന് മാറ്റാവട്ടെ. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ഈ മൈദ അപ്പോൾ ഇതിനോട് ഒരു നുള്ളുപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളുപ്പും കൂടെ. ഈ മധുരമൊക്കെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യണ്ടേ. അപ്പം നമുക്ക് ഇതൊരു 2-3 വട്ടം ഒന്ന് ഇടഞ്ഞ് മാറ്റാം. അപ്പം ഞാനൊരു തളികയിലോട്ട് 3 വട്ടം ഇത് നമ്മൾ ഇടഞ്ഞ് മാറ്റിയിട്ടുണ്ട്. എത്രയും നമ്മൾ ഇടയുന്ന അത്രയും നമ്മുടെ ഇതിന് കേക്ക് നന്നായിട്ടിരിക്കും. ആദ്യമൊക്കെ ഞാൻ 1 വട്ടമൊക്കെ ഇടയത്തുള്ളായിരുന്നു, പക്ഷെ അന്നേരം കേക്കിനൊക്കെ അതുപോലെ ഒരു കുഴപ്പം. ഇപ്പം ഞാൻ 2-3 വട്ടം ഇടയുന്നതുകൊണ്ട് നന്നായിട്ടിരിപ്പുണ്ട്. ഇപ്പം നമ്മുടെ പിന്നെ ഇത് കണ്ട പഞ്ചസാര എല്ലാം തന്നെ ഞാൻ ആ മൈദായും ഒക്കെ ഇടഞ്ഞ സമയം കൊണ്ട് അത് എല്ലാം നല്ല ക്യാരമലായി. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഇച്ചിരി കൂടെ കളറ് വന്നിട്ട് ഞാൻ ഒരു ശകലം ചൂടുവെള്ളവും കൂടെ ഒഴിക്കും. പക്ഷെ നമ്മൾ മാറി നിന്നുകൊണ്ടേ ഒഴിക്കാവൂ, അല്ലേ നമ്മുടെ ദേഹത്തോട്ടൊക്കെ വീഴും. അപ്പം തീ ഏറ്റവും കുറച്ചാണ് ഞാൻ വെച്ചത്, അതുകൊണ്ടാണ് അത് നന്നായിട്ട് ക്യാരമലായത്. അപ്പം നമ്മുടെ പഞ്ചസാര മൊത്തം ക്യാരമലായിട്ടുണ്ട്. അപ്പം ഞാനൊരു ശകലം തീ കൂട്ടി വെച്ചാൽ ചിലപ്പം പുകഞ്ഞ് കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും സിമ്മിലാണ് ക്യാരമൽ ചെയ്യാൻ. നമ്മളെപ്പോഴും അങ്ങനെ വെക്കാവൂ, ഏറ്റവും സിമ്മിൽ വെക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ഇതെല്ലാം നല്ല ക്യാരമലായി. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ശകലം തീ കുറച്ച് വെച്ചുകൊണ്ട് നമുക്കൊരു ശകലം ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കുകയോ ചെയ്യൽ, ചൂടുവെള്ളം ഇത്തിരി ഒഴിച്ചില്ല, ഇച്ചിരി ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ തീ ഞാനൊന്ന് കൂട്ടി വെച്ചത് നല്ല നന്ന് ഇതാവും.
നമ്മളൊരു തുണി വെച്ചൊന്ന് പിടിച്ചോണ്ടാണ് ഇതെല്ലാം ചെയ്യും. അപ്പം നമ്മുടെ ആ പഞ്ചസാരയൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ കിടന്നൊന്ന് ക്യാരമലാകുമ്പോഴത്തേക്ക് നമുക്കൊരു തുള്ളി വെള്ളവും കൂടെ ഒഴിക്കും. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് നല്ല ഇച്ചിരി കേക്കിന് കളറ് വരണമെങ്കിൽ നല്ല ഇത് വേണം, എന്താ ഈ കറക്കണം. അപ്പം നമ്മുടെ അത് ഇച്ചിരി ഒന്ന് നല്ലോണം കിടന്നൊന്ന് ക്യാരമലാവട്ടെ. അപ്പം നമ്മൾ ഈ ക്യാരമലായ പഞ്ചാരക്കകത്തോട്ട് നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിൽ ഉള്ള സാധനം നമ്മൾ ഇച്ചിരി മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ബദാമും കൂടി ഇട്ടു അതിനകത്തോട്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മുടെ ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു, നമ്മൾ ക്യാരറ്റ്, ആ ക്യാരറ്റൂടെ ആ പഞ്ചാരക്കകത്ത് കിടന്ന് ഇത് നമുക്ക് ഇച്ചിരി അങ്ങ് മാറ്റി വെക്കാം. അതിൻ്റെ മണ്ടയ്ക്ക് നമുക്കിതൊന്ന് മാലിഷ് ഇത് ചെയ്യാൻ വേണ്ടി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ഇത് ക്യാരമലായതിൽ ഇതിനകത്തോട്ട് കിടന്ന് ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ ക്യാരറ്റും നമ്മൾ ഇട്ട മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആവട്ടെ പഞ്ചാരയിൽ കിടന്ന്. അപ്പം നല്ല കളറ് വരും കേക്കിന്. നല്ല ചൂടായിട്ടായിരിക്കുന്നത്. അപ്പം ഇതൊരു ശകലം നേരം ഒന്ന് പറ്റട്ടെ. അപ്പം നമ്മുടെ അത് കിടന്ന് വേവുന്ന സമയത്ത് നമ്മളെ ഇത് നമ്മളങ്ങ് ഗ്യാസ് അങ്ങ് കെടുത്തിയേക്കാം. ഇത് നല്ലോണം പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കേക്ക് 3 മുട്ട നമുക്ക് ഒന്നൊഴിക്കും. ഇതിൻ്റെ ഈ വെള്ളയൊന്നും ഇത് മാറ്റണ്ട, നമുക്ക് ഒന്നിച്ച് നമുക്ക് എന്നിട്ട് ബീറ്ററിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതൊന്ന് പതപ്പിച്ചെടുക്കും. നമ്മുടെ ഈ ബീറ്ററിനെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിന് ഊരി ഇനി മാറ്റണം, അല്ലേ നമ്മുടെ ഇതിൽ എന്നിട്ട് കഴുകാനെടുക്കണം. എന്നിട്ട് നമ്മൾ ഊരി അങ്ങ് വെച്ചിട്ട് നമ്മൾ എപ്പോഴാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അന്നേരം നമ്മൾ ഇതങ്ങോട്ട് ഇട്ടാൽ മതി. ഇതിനൊരു വെട്ടുണ്ട്, ആ വെട്ടയിലൊന്ന് തിരിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ബീറ്ററെല്ലാം ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് ഇവിടെ ഒന്ന് കുത്തി, നമുക്ക് ഇതൊരു കാര്യമുണ്ട്, ഇതിനധികം പൊക്ക ഇല്ലാത്ത കാരണം അപ്പം നമുക്ക് ഇവിടോട്ട് കുത്തി വെച്ചോണ്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. ഇപ്പം നമ്മുടെ ബീറ്റർ ഞാൻ ഇത് പകുതി ബീറ്റ് ചെയ്തു. ഇനി അത് മൊത്തം ആക്കിയിട്ട് കൊണ്ടുവരും. അപ്പം നമ്മളെ ഇത്രയും എണ്ണ എടുത്തു വെച്ചില്ലേ, ആ മുട്ട ബീറ്റ് ചെയ്തതിനകത്തോട്ട് നമുക്ക് ഈ എണ്ണയും കൂടെ ഒന്നിട്ടിട്ട് നമുക്ക് ഒരു വട്ടം കൂടെ ഒന്ന് ബീറ്റ് ചെയ്യും. അപ്പം നമ്മളെ ബീറ്റ് ചെയ്ത് മൊത്തം ഇനി എടുത്തു. അപ്പം കണ്ടോ, നമ്മൾ 3 മുട്ട ബീറ്റ് ചെയ്തതാണ് കണ്ടോ. 3 മുട്ടയും എണ്ണയും കൂടെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ബാറ്റൺ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് എടുക്കാം. അപ്പം നമ്മൾ ഇതുപോലത്തെ ഈ ലവിൻ്റെ ചിഹ്നങ്ങളുടെ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് എണ്ണയൊന്ന് വിരകി വെച്ചു. ഇനി നമുക്ക് ഒരു പേപ്പർ ഇതിനകത്തോട്ട് ബട്ടർ പേപ്പർ ഇടാം. നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ ഓവൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ബട്ടർ പേപ്പറിലെ ഒരെണ്ണമെടുത്ത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇടാം. ആ ബട്ടർ പേപ്പർ നമുക്ക് കുറച്ച് നമുക്ക് കീറി എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെച്ചിട്ട് കുറച്ച് ബ്രഷ് ഇട്ടൊന്ന് തൂക്കാം. അപ്പം ഞാൻ ഇച്ചിരി നെയ്യായി ഇതിനകത്തോട്ട് തൂക്കുന്നത്. ആരും കേക്ക് ഉണ്ടാക്കാത്തതെന്ന് വെച്ചാൽ മെനക്കെട്ട പണിയാണ്, പെരിയെല്ലാം അഴുക്കാവും, ഒരു ടച്ച് പണിയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടായി ആരും കേക്ക് വലുതായിട്ട് ആരും ഉണ്ടാക്കാറ്.
ഭയങ്കര ബുദ്ധിമുട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അത് ബുദ്ധിമുട്ട് കേക്കിൻ്റെ അല്ല, അതെല്ലാം എടുക്കുക, പിന്നെ പാത്രം എല്ലാം മിഴക്കി വെക്കുക, ആകെ ജോലി. അതുകൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട്, ഉണ്ടാക്കാൻ വയ്യാത്തത്. അപ്പം നമ്മൾ അതിൽ എണ്ണ ജയിച്ച് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇത് ബാറ്ററിനകത്തോട്ട് നമ്മുടെ ഈ ഇത് നമുക്ക് ഒഴിക്കും. അപ്പോൾ അടുക്കള മൊത്തം കരിയും കിട്ട് കിടക്കും. അപ്പം നമ്മൾ ആദ്യം ഇതിനകത്തോട്ട് ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. കണ്ടോ, അത് കുറച്ച് നമ്മളിട്ടു. പിന്നെ നമുക്ക് കുറച്ച് മൈദ ഇടും. ഇതുപോലത്തെ ഒരു ഇത് വെച്ച് ഇളക്കിയാൽ മതി. നമ്മുടെ ആ മൈദായും അതും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കാം. ഞാൻ മൈദ മൊത്തം ഇട്ട് മൊത്തം എടുക്കാം. ഇനിയെല്ലാം ചെയ്യണം. അപ്പം പൊടി മൈദ നമുക്കൊന്ന് ഇളക്കാം. നമ്മുടെ മൈദ ഒക്കെ കൂടെ നമുക്കൊന്ന് ഇളക്കാം. അപ്പം ഇത് നമ്മളെല്ലാം ഒഴിച്ചു, ഇതെല്ലാം ഇട്ട് കണ്ടോ, ക്യാരറ്റും അണ്ടിപ്പരിവും അതും ഇതും എല്ലാം ഇട്ട് ഇതൊന്ന് ക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓവനകത്തോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഓവൻ ചൂടായി കിടക്കുമായിരുന്നു, അവിടെ ഇരിക്കട്ടെ. ഒരു 3/4 മണിക്കൂറോളം വേണം, എടുത്തിട്ട് നമുക്ക് കാണിക്കും. അപ്പോഴത്തേക്ക് ഞാനിവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞല്ലേ, കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലായിടും അങ്ങ് അഴുക്കാകുമെന്ന്. അപ്പം നമുക്ക് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പാത്രമെല്ലാം അങ്ങ് മെനക്കണം. ഇത്തിരി പണിയാണ് കേക്ക് ഉണ്ടാക്കാൻ, അതുകൊണ്ട് ആരും മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങ് ജോലിയാണ്, ഭയങ്കര ജോലിയാണ് കേക്കിന് പുറകിലും പോയി. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇനി പാത്രമെല്ലാം ഒന്ന് മെനക്കട്ടെ. അപ്പം നമ്മുടെ കേക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വൈകിട്ടത്തേക്ക് ചോറിനുള്ള കുക്കർ ആദ്യം തിളപ്പിച്ചിട്ടാണ് പിന്നെ പാത്രത്തിൽ ഇടുന്നത്. അപ്പം ഞാൻ എല്ലായിടവും വൃത്തിയാക്കി ഇനി ചോറിനുള്ള കുക്കറിൽ അരി ഇട്ടു. അപ്പം നമ്മുടെ കേക്ക് ഒന്നും ആയി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പം നേരെ നമ്മുടെ ക്യാരറ്റ് കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് തണുക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.